ഹലോ ഫ്രണ്ട്സ്, വണ്ടി ഷെവർലൈറ്റ് എൻജോയ് ആണ്. വണ്ടി ഏകദേശം 1,65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് പുള്ളിങ് കുറവായിട്ടാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എൻജിൻ്റെ വാർണിംഗ് ലൈറ്റും കത്തുന്നുണ്ട്. ഏകദേശം 130 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് വരുന്ന വണ്ടി. എറണാകുളത്തു നിന്നാണ് വണ്ടി വന്നിരിക്കുന്നത്. ടാക്സി വണ്ടിയാണ്. അപ്പോൾ ആൾക്ക് പുള്ളിങ് തീരെ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ പുള്ളിങ് നല്ലോണം ഡ്രോപ്പ് ഉണ്ട്. നമുക്ക് കാല് കൊടുക്കുന്നതനുസരിച്ചുള്ള പെർഫോമൻസ് ഇല്ല. ഇപ്പം നമ്മളിപ്പോൾ തേർഡ് ഗിയർ ഇട്ടിട്ട് പോകേണ്ട സ്ഥലത്ത് നമുക്ക് സെക്കൻഡ് ഇടാനുള്ളൊരു ടെൻഡൻസി വരികയാണ്. സെക്കൻഡ് ഗിയർ ഇട്ടാലേ വലിക്കുള്ളൂ എന്നുള്ളൊരു ടെൻഡൻസിയിലാണ് ഇപ്പോൾ വണ്ടി പോകുന്നത്. അത് മാത്രമല്ല വാർണിംഗ് ലൈറ്റും കത്തുന്നുണ്ട്. പിന്നെ ഒരു കസ്റ്റമർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഓഫായി പോയി എന്നും പറഞ്ഞു. ഓട്ടോമാറ്റിക്കലി ഓഫായി പോയി, പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ തന്നെ സ്റ്റാർട്ടായി, കുഴപ്പമില്ല. പക്ഷേ ഇടയ്ക്കൊന്ന് ഓഫായി പോയി എന്നുള്ളൊരു കംപ്ലയിൻറ്റ് കസ്റ്റമർ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-20 കിലോമീറ്റർ ഓടിച്ചപ്പോൾ ആ ഓഫായി പോകുന്നൊരു കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടുന്നില്ല. അത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് സ്കാൻ ചെയ്യാം. വാർണിംഗ് ലൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്കത് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററിയിലൊക്കെ കിടക്കും. എന്താ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിക്കും. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്നുള്ളത്, എറർ കോഡ് വന്ന് കിടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഏകദേശം 20-25 കിലോമീറ്ററോളം ഞാനിപ്പോൾ ഓടിച്ചു ഫുള്ളായിട്ട്. പക്ഷേ ഓഫാകുന്ന ആ ഒരു സിറ്റുവേഷൻ ഇല്ല. പക്ഷേ പവർ ഡ്രോപ്പ് നല്ലോണം ഉണ്ട്. പിന്നെ അതുപോലെ ടൈമിങ്ങും നമുക്ക് കസ്റ്റമർ നോക്കിയിട്ട് ചെയ്യാനാണ് പറയുന്നത്. നമുക്കത് നോക്കി നോക്കാം. 1,65,000 ഓടിയിട്ടുണ്ട്, ഇതുവരെ മാറിയിട്ടില്ല എന്നാണ് പറഞ്ഞു. അപ്പോൾ ആ ടൈമിംഗ് കിറ്റ് നമുക്കൊന്ന് മാറ്റേണ്ടി വരും. ടൈമിങ്ങിൻ്റെ ചെയിൻ വലിഞ്ഞാലും ഈ ക്യാമിൻ്റെയും ക്രാങ്കിൻ്റെയും എന്താ പറയുക, സെൻസിങ് മിസ്മാച്ചിങ് ആവും. അങ്ങനെ വരുമ്പോൾ പവർ നല്ലോണം ഡ്രോപ്പ് ആവും, വണ്ടി സ്റ്റാർട്ടാകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വണ്ടി ചിലപ്പോൾ ഇടയ്ക്ക് ഓഫ് ആകും. സ്റ്റാർട്ടാകാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ളൊരു കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ഇതിനകത്ത്. പക്ഷേ പവർ ഡ്രോപ്പിന് മെയിൻ കാരണം ടൈമിംഗ് ചെയിനിൻ്റെ ഭാഗത്തുനിന്നും വരും, മനസ്സിലായി. അപ്പോൾ അതും കൂടെ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. നോക്കിയിട്ട് ചെയ്യാന്ന് വെച്ചാൽ മിസ്മാച്ചിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നോസിൽ ഡീസൽ സ്പ്രേ ചെയ്യുന്നതിൻ്റെ അളവും ക്വാണ്ടിറ്റിയും ടൈമിങ്ങും എല്ലാം മാറും. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതും കൂടെ നമുക്ക് ടൈമിംഗ് കിറ്റും കൂടെ ഒന്ന് നോക്കണം. പിന്നെ അതുപോലെ EGR, മാനിഫോൾഡ്, ഇൻ്റർകൂളർ അതൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ സസ്പെൻഷൻ്റെ ഭാഗത്തൊന്നും നമുക്ക് ഇത്രയും നേരം ഓടിച്ചാൽ ബുദ്ധിമുട്ടോ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. പിന്നെ നമ്മൾ ആക്സേഷൻ കൊടുക്കുന്നതനുസരിച്ച് കിട്ടുന്ന സൗണ്ട് ഉണ്ട്. അത് എൻജോയ്ക്ക് പൊതുവെ നമ്മൾ ആക്സേഷൻ കൊടുക്കുമ്പോൾ ഒരു ഇടുപ്പ് സൗണ്ട് ഫീൽ ചെയ്യും. ടക്ക് എന്നുള്ളൊരു സൗണ്ട് മെറ്റൽ സൗണ്ട് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർ ജോയിൻ്റ് അങ്ങനെയുള്ളത് നോക്കാം. ഒരു ഇടുപ്പ് സൗണ്ട് എല്ലാ എൻജോയ്ക്കും ആ ഒരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അത്രയ്ക്ക് അങ്ങ് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ നമുക്ക് ഡിഫറൻഷ്യലിൻ്റെ ബോൾട്ട് ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നുള്ളൂ. പക്ഷേങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ആ ഒരു സൗണ്ട് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ആ ഒരു സൗണ്ട് നോർമൽ എല്ലാ എൻജോയ്ക്കും ഉള്ളതാണ്. പിന്നെ അതുമാത്രമല്ല വണ്ടിക്ക് നല്ല വൈബ്രേഷൻ ഉണ്ട്. വൈബ്രേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡും തേർഡിന്ന് ഫോർത്തൊക്കെ ഇടുമ്പോൾ ആ ഇനിഷ്യലിൽ നല്ല ബോഡി വൈബ്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എൻജിൻ്റെ ബെഡും ഗിയർ ബോക്സ് ബെഡും ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. അതിനെന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിലാണ് ഈ വൈബ്രേഷൻ നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക. അപ്പോൾ അതെന്തായാലും ഒന്നും കൂടെ ഒന്ന് നോക്കാം. നമുക്ക് എന്തായാലും ക്രോസ് ഇറക്കണം. ടൈമിങ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ക്രോസ് ഇറക്കണം. ക്രോസ് ഇറക്കുമ്പോൾ അതിൻ്റെ മൗണ്ട് നോക്കിയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൗണ്ട് കൂടെ എൻജിൻ ബെഡും ഗിയർ ബോക്സ് ബെഡും കൂടെ മാറ്റിവിട്ട് ആ ഒരു ഹമ്മിങ് നോയ്സ് നമുക്ക് ഒഴിവാക്കി കിട്ടും. ബോഡിയിലുള്ളൊരു വൈബ്രേഷനും കാര്യങ്ങളെല്ലാം മാറി കിട്ടും. ഏത് വണ്ടിക്കാണെന്നുണ്ടെങ്കിലും ബോഡി വൈബ്രേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എൻജിൻ ബെഡ് ഗിയർ ബോക്സ് ബെഡ് നോക്കിയാൽ മതി കേട്ടോ. ഏത് വണ്ടിയാണെങ്കിലും ശരി, ഇനിയിപ്പോൾ സ്വിഫ്റ്റ് ആണെങ്കിലും ശരി, ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ബോഡിക്ക് എൻജിൻ്റെ വൈബ്രേഷൻ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ ബെഡ് പൂർണ്ണമായിട്ട് പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആ വൈബ്രേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ആ വൈബ്രേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയാൽ അത് ക്ലിയർ ആവുന്നതുള്ളൂ. അപ്പോൾ എല്ലാ വണ്ടിക്കും ആ ഒരു ഇതേ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബെഡും നമുക്കൊന്ന് നോക്കാനുണ്ട്. എന്തായാലും ഫുള്ളായിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ. നമുക്ക് എന്തായാലും നാളെ, അതിപ്പോൾ ഇന്ന് ലേറ്റായി, അതിനിപ്പോൾ നാളെ കാലത്ത് നമുക്ക് വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. A to Z ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെന്നുള്ള കസ്റ്റമറിനെ വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിൻ്റെതായ രീതിയിൽ ചെയ്താൽ മതിയാവും. നമ്മളിപ്പോൾ ഇതിൻ്റെ മാനിഫോൾഡ് ടൈമിങ് കാര്യങ്ങളെല്ലാം അയച്ചിട്ടുണ്ട്. ഇനി വീൽ അഴിക്കണം. വീൽ അഴിച്ചിട്ടില്ല. വീൽ സ്പെഷ്യൽ ടൂൾ വെച്ചിട്ടാണ് അഴിക്കാനായിട്ടില്ലെങ്കിൽ ഈ ലെഗ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലാണ് ക്യാം സെൻസറിൻ്റെ സെൻസിങ് വരുന്നത്. ആ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ വീൽ അഴിക്കണം. ബാക്കിയുള്ള ചെയിനും കാര്യങ്ങളെല്ലാം അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാനിഫോൾഡ് EGR കംപ്ലീറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഡീസൽ ഫിൽറ്റർ അഴിച്ച് നമുക്ക് അതിനകത്ത് മാറ്റാനുണ്ട്. അപ്പോൾ നമ്മൾ അഴിച്ചെടുത്ത സാധനങ്ങൾ ഇതാണ് ഇപ്പോൾ എടുത്തിട്ടത്. അതിൻ്റെ ചെയിനും കാര്യങ്ങളെല്ലാം അതാണ് കിടക്കുന്നത്. നമുക്ക്
എല്ലാം എടുത്തിരിക്കുന്നത് പിന്നെ ഓയിൽ പാർട്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്, ചെയിനും കാര്യങ്ങളെല്ലാം. പിന്നെ മാഡം ഞാൻ എടുക്കാം മാർക്ക്. ഇതാണ് ചെയിൻ വരുന്നത്, അതിൻ്റെ പാഡ് എല്ലാം നമ്മൾ ഒറിജിനൽ ഷവർ ലൈറ്റിൻ്റെ സാധനം തന്നെയാണ് എടുത്തിരിക്കുന്നത് അല്ലേ. ഇതാണ് വരുന്നത്, ഇതാണ് ചെയിൻ. പിന്നെ അതുപോലെ നമ്മൾ എൻജിൻ ബെഡും ഗിയർ ബോക്സ് ബെഡും എടുത്തിട്ടുണ്ട്. അത് OE നോർമലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതും ഇതിനകത്ത് മാറ്റുന്നുണ്ട്. എൻജിൻ ബെഡും ഗിയർ ബോക്സ് ബെഡും മാറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ നല്ലൊരു ഇടുപ്പ് സൗണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ കട്ട് ബുഷും കയ്യോടുകൂടി മാറുന്നുണ്ട്. എപ്പോഴും ഷെവർലൈറ്റിൻ്റെ കട്ട് ബുഷ് പെട്ടെന്ന് പോയിട്ട് ഒരു കിടുന്നൊരു ഇടുപ്പ് സൗണ്ട് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ കട്ട് ബുഷും അതിനകത്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് പാഡ് നമ്മൾ എടുത്തിരിക്കുന്നത് TVSൻ്റെയാണ്. ഇതാണ് ബ്രേക്ക് പാഡ്. എന്തായാലും നമുക്കിത് കയറ്റാൻ. ഇതാണിപ്പോൾ നമ്മളിപ്പോൾ എൻജോയിന്ന് അയച്ചെടുത്ത സാധനങ്ങൾ. ഇത് ടൈമിംഗ് കവർ, ഓയിൽ പമ്പും ഇതിനകത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ അതുപോലെ ഓയിൽ സമ്പ്, ഇത് സെക്കൻഡ് സമ്പ്, അടിയിൽ വരുന്ന സമ്പ്, അതുപോലെ പുള്ളി. ഇത് മൊത്തം ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതുപോലെ EGR വലിയ അടവില്ല. പുള്ളിങ് കമ്മിയായിരുന്നത് ഞാനൊരു എഞ്ചിൻ്റെ വാണിംഗ് ലൈറ്റ് കത്തണമെന്ന് പറഞ്ഞില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാങ്ക് സെൻസറും ക്യാം സെൻസറും മിസ്മാച്ചിങ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ആകാതെയാണ്, എന്താ വെച്ചാൽ ചെയിൻ വലിഞ്ഞിട്ടാണ് ആ പുള്ളിങ്ങിൻ്റെ ഇഷ്യൂ നമുക്ക് കൂടുതലായിട്ടും വന്നിട്ടുണ്ടായിരുന്നത്. അല്ലാതെ മാനിഫോൾഡ് ഇത് കണ്ടോ, അതൊക്കെ കറക്റ്റ് തന്നെയാണ്. അടവുണ്ട് എങ്കിലും അത്ര വലിയ ബ്ലോക്കല്ല, കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. എന്തായാലും നമ്മുടെ ആഴ്ചയിൽ എല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഇതിനകത്ത് കയറ്റുക. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഫുള്ളായിട്ട് കെമിക്കലിട്ടിട്ട് വാഷ് ചെയ്ത് പക്കയായിട്ട് ക്ലീൻ ചെയ്തിട്ട് കയറ്റാം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത്. ഇനി ഇൻ്റർകൂളർ അയക്കണം. ഇൻ്റർകൂളർ അയച്ചിട്ട് അതേപോലെ നമുക്ക് വീണ്ടും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ മെയിനായിട്ട് വരുന്നത്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വാക്കത്തിൻ്റെ ഒരു ടാങ്ക് പോലെ ഒരു സാധനമാണ്. ഇതിൽ കൂടെ വാക്ക് എടുക്കും, ഇതിൽ കൂടെ നമ്മൾ എടുക്കും, അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇതിൽ എവിടെയെങ്കിലും ക്രാക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലും പുള്ളിങ് തീരെ കിട്ടില്ല. വാക്കത്തിൻ്റെ വർക്കിംഗ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ EGR ടർബോ ലീക്കൊന്നും വാക്കം കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വർക്കിംഗ് കറക്റ്റ് ആവില്ല. അതുകൊണ്ട് ഇതിൽ ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്യൂബ് ഡയറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, പക്കയായിരിക്കും. എൻജോയുടെ വർക്ക് ഏകദേശം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഇപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ടൈമിംഗ് കിറ്റ് മാറി, പിന്നെ അതുപോലെ എൻജിൻ ബെഡ്, ഗിയർ ബോക്സ് ബെഡ്, ഡീസൽ ഫിൽറ്റർ, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇൻ്റർകൂളർ എല്ലാം ക്ലീൻ ചെയ്ത്, ഈ മാനിഫോൾഡ് EGR എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ സർവീസിൻ്റെ ഭാഗവും ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. EGR ഒക്കെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ വാക്വം പൈപ്പ് നമ്മൾ നേരത്തെ കൊടുത്ത മാതിരി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ നമുക്ക് അതിൻ്റെ വാക്വം ഒന്ന് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് നമുക്കത് ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ചെയ്ത് വിടണം. എയർ ഫിൽറ്റർ നോക്കിയാൽ, എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്താൽ ഇനിയിപ്പോൾ ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരം റണ്ണിങ്ങിലിട്ടതിന് ശേഷം നമുക്ക് ലീക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ എൻജോയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ചെയ്ത് മേജർ സർവീസാണ് ചെയ്തിരിക്കുന്നത്. ടൈമിംഗ് കിറ്റ്, അതുപോലെ തന്നെ കസ്റ്റമർ കംപ്ലയിൻറ്റ് പുള്ളിങ് തീരെ ഇല്ലയെന്നായിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ അതിൻ്റെ എല്ലാ വർക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. മേജർ സർവീസ് ചെയ്തിട്ടുണ്ട്, ഡീസൽ ഫിൽറ്റർ മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ എൻജിൻ ബെഡ്, ഗിയർ ബോക്സ് ബെഡ്. എൻജിൻ ബെഡും ഗിയർ ബോക്സ് ബെഡ് മാറിയപ്പോൾ തന്നെ വണ്ടിൻ്റെ ഉള്ളിലിരിക്കാൻ ആകെ ഒരു നല്ലൊരു ഫീലിംഗ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഡ്രൈ ബെൽറ്റിൻ്റെ സൗണ്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ബെൽറ്റ് മാറ്റിയിട്ടും സൗണ്ട്, ഡ്രൈ ബെൽറ്റിൻ്റെ സൗണ്ട് കിലിയില്ല എന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെൻഷനർ പഴയ ബെൽറ്റിൽ ഇരിക്കുമ്പോൾ അതങ്ങനെ അങ്ങ് ഇരിക്കും. നമ്മൾ ടെൻഷൻ ചെയ്തിട്ടാണല്ലോ ഇത് ബെൽറ്റ് അഴിക്കുമ്പോൾ നമ്മൾ ടെൻഷനർ വലിക്കുമ്പോൾ കാലക്രമേണ പഴകിയ ടെൻഷനർ റിട്ടേൺ ആ ഒരു ടെൻഷനിലേക്ക് വരില്ല. നേരത്തെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കും, ടെൻഷനിൽ ഇരിക്കും, വണ്ടി സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ബാക്ക് വലിച്ചിട്ട് പിന്നെ റിട്ടേൺ വിടുമ്പോൾ ആ ഒരു ടെൻഷൻ, ബെൽറ്റിനെ പക്ക ടെൻഷൻ ചെയ്തിട്ട് നിർത്തില്ല. അതിൻ്റെ ഉള്ളിൽ സ്പ്രിങ്ങിന് അതിൻ്റെ ടെൻഷൻ കുറഞ്ഞിട്ട് നല്ല ടെൻഷനായിട്ട് നിൽക്കില്ല. അതുകൊണ്ട് ചെറിയൊരു സൗണ്ട് വരും. അപ്പോൾ നമുക്കിതിൻ്റെ ടെൻഷനറും കൂടെ, ഡ്രൈ ബെൽറ്റിൻ്റെ ടെൻഷനറും കൂടെ നമുക്ക് മാറ്റേണ്ടി വരും, എന്നാലേ ആ സൗണ്ട് പൂർണ്ണമായിട്ട് നിൽക്കുള്ളൂ. ബാക്കിയുള്ള എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലൈൻറ്റുകളും കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ എൻജിൻ ബെഡിൻ്റെ ഒരു വൈബ്രേഷൻ ഇല്ല. പിന്നെ അതുപോലെ എൻജിൻ സ്മൂത്ത് ആയിട്ടുണ്ട്. പിന്നെ വണ്ടി അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ഉണ്ട്. ഇപ്പം പക്കയാണ്, യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. മെയിൻ കംപ്ലയിൻറ്റ് കസ്റ്റമർക്ക് പുള്ളിങ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ആ കംപ്ലയിൻറ്റ് നമുക്ക് പൂർണ്ണമായിട്ടും ഇതിനകത്ത് സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്ത് ടൈമിംഗ് കിറ്റ് മാറി, ഡീസൽ ഫിൽറ്റർ മാറി, പിന്നെ എൻജിൻ ബെഡ്, ഗിയർ ബോക്സ് ബെഡ് മാറി, അങ്ങനെയുള്ള വർക്കുകൾ കംപ്ലീറ്റ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഓടിക്കാൻ തന്നെ നല്ല സ്മൂത്ത് ഉണ്ട്. ആ ബെൽറ്റിൻ്റെ സൗണ്ട് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി ബെൽറ്റിൻ്റെ സൗണ്ട് കൂടെ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് പോകണം, എന്നാലേ ആ വണ്ടി നീറ്റ് ആവുള്ളൂ. ബെൽറ്റ് ഹെവി സൗണ്ടാണ്, കിലിയിലാന്ന് പറഞ്ഞ് അടിച്ചിട്ടുണ്ട്. ടെൻഷനറോ
ഒരു ഐഡ്ലറിൻ്റെ ബെയറിംഗ് നമ്മൾ മാറ്റി, എന്നിട്ട് ആ സൗണ്ട് നിന്നിട്ടില്ല. ഐഡ്ലറിൻ്റെ ഒന്നും അല്ല സൗണ്ട്. ആ സൗണ്ട് വരുന്നത് ബെൽറ്റ് ടൈറ്റ് അല്ലാത്തതിൻ്റെ ഒരു സൗണ്ടാണ് കീച്ച് എന്ന് പറഞ്ഞ് വരുന്നത്. ഈ അൾട്ടോലും അതുപോലെ അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ വരുമല്ലോ സൗണ്ട്, ബെൽറ്റ് ടൈറ്റ് അല്ലെങ്കിലുള്ള ഒരു സൗണ്ട്. ആ സൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അലൈൻമെൻറ്റ് ചെയ്യണം. നമ്മൾ സ്റ്റിയറിംഗ് റാക്കും കംപ്ലീറ്റൊക്കെ ഇറക്കിയത് കൊണ്ട് സ്റ്റിയറിംഗ് കുറച്ച് ബെൻഡായി നിൽക്കുന്നുണ്ട്. അതൊന്ന് അലൈൻമെൻറ്റ് ചെയ്തിട്ട് വേണം ക്ലിയർ ആക്കാനായിട്ട്. വണ്ടി പുള്ളിങ് പക്കയായിട്ടുണ്ട്. ഇപ്പം നമ്മൾ തേർഡ് ആണെങ്കിലും ഫോർത്ത് ആണെങ്കിലും ഗിയറിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഒരു റെസ്പോണ്ട് കിട്ടുന്നുണ്ട്. ആ റെസ്പോണ്ടാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ഇല്ലാതെ നമ്മൾ കാല് കൊടുത്ത് അങ്ങനെ നീങ്ങി പോയിട്ട് 100-ലെത്തിയിട്ട് കാര്യമില്ല. നമ്മൾ കാല് കൊടുക്കുമ്പോൾ അതിനൊരു റെസ്പോണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ വണ്ടിക്ക് ആ എഞ്ചിനും അതുപോലെ എല്ലാ വർക്കിങ്ങും ഓക്കെ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. കാല് കൊടുക്കുമ്പോൾ ആ ഒരു റെസ്പോൺസ് അപ്പം തന്നെ ഫീൽ ചെയ്യണം നമുക്ക്. അതിപ്പോൾ പക്കയായിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ടെൻഷനർ എടുത്തിട്ടുണ്ട്. ടെൻഷനർ നമ്മൾ ഒറിജിനൽ GMൻ്റെ ഷെവർലെറ്റിൻ്റെ ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ബീറ്റിനും എല്ലാത്തിനും വരുന്നത് സെയിം തന്നെയാണ്. ഷെവർലെറ്റിൻ്റെ എൻജോയ് ബീറ്റ് എല്ലാത്തിനും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ടെൻഷനർ ഒന്ന് മാറ്റാം. ഇതിൽ കംപ്ലൈൻറ്റ് ഞാൻ കാണിച്ചു തരാം. അതുണ്ടോ, ഇതിപ്പോൾ നമ്മൾ ബെൽറ്റ് ഞാനിപ്പോൾ അഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇത് പുതിയ ബെൽറ്റാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇതുണ്ടല്ലേ, ഈ ടെൻഷനർ കണ്ടില്ലേ, ഇത്രയും ഫ്രീ ആണ് ഇതിനകത്ത്. ഇതുണ്ടോ, ഇത്രയും ടെൻഷൻ ഇല്ല, ചുമ്മാ കിടക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സ്പ്രിങ് ചിലപ്പോൾ മേ ബി വീക്കായിട്ടായിരിക്കും, ഇല്ലെങ്കിൽ കട്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കംപ്ലൈൻറ്റ് വരും. ഇത്രയും ടെൻഷൻ വരേണ്ടതാണ് ഇതിനകത്ത്. ഈ ടെൻഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ആ ബെൽറ്റ് ഹെവി ആയിട്ട് സൗണ്ട് കലകലാന്ന് സൗണ്ട് വന്നിട്ട്. അത് നേരത്തെ റണ്ണിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ടെൻഷനിൽ അങ്ങനെ നിന്ന് ഓടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെൻഷൻ ചെയ്ത് അഴിക്കുമല്ലോ. നമുക്ക് അഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ടെൻഷൻ ചെയ്യണം. അങ്ങനെ വിളിച്ചിട്ട് ഫുള്ള് നല്ലോണം പ്രഷറിൽ നമുക്ക് താത്തണം. ആ താത്തുന്ന സമയത്ത് മേ ബി പൊട്ടാം, ചിലപ്പോൾ വീക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് വരാം, അങ്ങനെയൊക്കെ വരാം. അതുകൊണ്ടാണ് ആ കംപ്ലൈൻറ്റ് വരുന്നത്. നേരത്തെ ഓടിക്കുമ്പോൾ സൗണ്ടൊന്നും കിട്ടില്ല, നമുക്ക് ഇങ്ങനെ വരുമ്പോഴാണ് സൗണ്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് മാറ്റണം. മാറ്റാനായിട്ട് നമ്മൾ ഒറിജിനൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ കയറ്റിയത് എല്ലാ സാധനവും നമ്മൾ ഒറിജിനൽ പാർട്സ് തന്നെയാണ് കയറ്റിയിരിക്കുന്നത്. എൻജിൻ ബെഡ്, ഗിയർ ബോക്സ് ബെഡ്, അതുപോലെ തന്നെ എൻജിൻ ബെഡ്, ഗിയർ ബോക്സ് ബെഡ് ഓയിലല്ല. അതുപോലെ ഫ്രണ്ട് ബ്രേക്ക് പാഡും നമ്മൾ TVSൻ്റെയാണ് കയറ്റിയിരിക്കുന്നത്, ഓയിലല്ല. ബാക്കിയുള്ള എൻജിൻ പാർട്സിൽ വരുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിൽ ഓയിൽ ഫിൽറ്റർ ആയിക്കോട്ടെ, ബാക്കി എന്താ ആയിക്കോട്ടെ, എല്ലാം ഓയിൽ പാർട്സ് ഒറിജിനൽ നമ്മൾ GMൻ്റെ സാധനം തന്നെയാണ് ഇട്ടിരിക്കുന്നത്. GMൻ്റെ സാധനം കിട്ടാനുണ്ട്, ലാവിഷായിട്ട് കിട്ടാനുണ്ട്. ഒന്നിനും ഇല്ലായ്യോ ഓർഡർ ചെയ്ത് വരണമെന്നൊന്നുമില്ല. ഏകദേശം സർവീസ് പാർട്സുകൾ കംപ്ലീറ്റും നമുക്ക് ഒറിജിനൽ മാർക്കറ്റിൽ കിട്ടാനുണ്ട്. അപ്പോൾ നമ്മുടെ എൻജോയിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ടെൻഷനൊക്കെ മാറ്റിയപ്പോൾ ആ സൗണ്ട് പക്ക സൈലൻ്റ് ആയിട്ടുണ്ടോ. വണ്ടി ഇപ്പോൾ റണ്ണിങ്ങിലാണ്. നമുക്ക് സൗണ്ട് ഒട്ടും തന്നെ ഫീൽ ചെയ്യുന്നില്ല, പക്ക സൈലൻ്റാണ് വണ്ടി. അതുപോലെ ഓടിക്കാനും തന്നെ നല്ല സ്മൂത്താണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ EGR മാനിഫോൾഡ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തുകൊണ്ട് പക്ക സ്മൂത്താണ്, പക്ക സൈലൻ്റാണ്. എങ്ങനെയാണോ ജെന്യൂൻ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന വണ്ടി എങ്ങനെയാണോ ആ ഒരു ടൈപ്പിലാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓടിക്കുമ്പോഴും അതുപോലെ പക്ക സ്മൂത്താണ്. പുള്ളിങ്ങിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും പക്ക കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.